കളമശ്ശേരിയിൽ നിന്ന് സജോ ദേവിസൻ നമ്മളോടൊപ്പമുണ്ട്. സജോ, ഉളിയന്നൂരിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജോ, ഇപ്പോഴും നീണ്ട നിര കാണുന്നുണ്ടോ? മധു, ഞാൻ നിൽക്കുന്നത് കളമശ്ശേരി മണ്ഡലത്തിലെ ഉളിയന്നൂർ UP സ്കൂളിലെ ബൂത്തുകളാണ്. ഇവിടെ 2 ബൂത്താണുള്ളത്. നമുക്ക് ഈ 122 നമ്പർ ബൂത്തിൽ നോക്കിയാൽ ഇങ്ങനെ നീണ്ട ക്യൂ, അതായത് വനിതാ വോട്ടർമാരുടെ തന്നെ വലിയ നിര ഇവിടെ കാണാം. അതായത് ഇനിയിപ്പോൾ അരമണിക്കൂർ സമയം കൂടി ഏറെക്കുറെ അരമണിക്കൂർ സമയം കൂടി അവശേഷിക്കുന്നുള്ളൂ ഔദ്യോഗികമായ പോളിംഗ് സമയം തീരാൻ. എന്ന് വെച്ചാൽ ആ സമയവും പിന്നിട്ട് പോകേണ്ടി വരും എന്നാണ് കാണേണ്ടത്. വോട്ടിങ്ങിന്റെ ഇവിടെ സ്ലോ ആവുന്നുണ്ട് എന്ന് പറയുന്നു. അതോടുള്ള ബുദ്ധിമുട്ട്. കുറെ നേരമായി കാത്തിരിക്കുന്നു. പറയുന്നത് ഇങ്ങനെ വോട്ടർമാരുടെ നീണ്ട നിര ഇങ്ങനെ കാണാം. കുറെ നേരമായി 2 മണിക്കൂറായിട്ട് ഭയങ്കര സ്ലോ ആണെന്നാണ്. വനിതാ വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് ഇങ്ങനെ കാണാം. അതായത് ഇപ്പോൾ തന്നെ പോളിംഗ് ശതമാനം കാര്യമായി ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഓരോ സ്ഥലത്തെയും കൂടുതൽ സമയം എടുക്കുന്നതിന്റെ മറ്റുമൊക്കെ ആയിരിക്കാം. അതായത് 6 മണി പിന്നിട്ടാലും ഈ വോട്ടർമാർക്ക് വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ ഇങ്ങനെ വലിയ നിരയുണ്ട്. കുറെ നേരം കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് വോട്ടർമാരുടെ നിര തന്നെ ഇങ്ങനെ പോയാൽ കാണാം. ഈ മറുഭാഗത്തും ഇതേപോലെ തന്നെ ആ ബൂത്തിലേക്ക് 122 നമ്പർ ബൂത്തിലേക്ക് പോകാൻ ഉള്ള ആളുകളാണ്. കുറെ നേരമായി നിൽക്കുന്നു. ഒരുപാട് പേരായി 2-3 മണിക്കൂറായി നിൽക്കുന്നത്. എല്ലാവരും നിന്ന് അവസ്ഥയായി. 3 പ്രാവശ്യം ഞങ്ങൾ ക്യൂ നിന്നു. 3 പ്രാവശ്യം ക്യൂ നിന്ന് 3 പ്രാവശ്യം ഞങ്ങൾ തിരിച്ചു പോയി. ഇപ്പൊ 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. സ്ത്രീകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. വെള്ളവുമില്ല, ഒന്നുമില്ല, വെയിലും. ഈ ശരിക്കും ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുറവാണ്, കഴിവില്ലായ്മയാണ് ഇത് ചെയ്യുന്നത്. ഭയങ്കര സ്ലോ ആണെന്നാണ്. ഭയങ്കര സ്ലോ സാറേ, ഭയങ്കര സ്ലോ ആണ്. എനിക്ക് പോളിംഗ് തുടങ്ങിയ സമയം മുതൽ ഈ സ്കൂളിന്റെ ഗേറ്റ് വരെ ക്യൂ ആണ്. ആ ക്യൂ ഇപ്പൊ മണിക്കൂറുകൾ പിന്നീട് വോട്ട് തീരാറായി. എന്നിട്ടും ആ ക്യൂ ഇതുവരെ തീർന്നിട്ടില്ല. 122 ഒരു കാര്യം കൂടിയുണ്ട്. ഈ 122 നമ്പർ ബൂത്തിൽ 1200ഓളം വോട്ടർമാരും ഉണ്ട്. കൈക്കുഞ്ഞുങ്ങളായിട്ട് വന്ന് നിൽക്കണവരുണ്ട്. കൈക്കുഞ്ഞുങ്ങൾ മുല കുടിക്കുന്ന പിള്ളേര് വരെ നിൽക്കുന്നുണ്ട്. ഒരു വെള്ളം ഒന്നുമില്ല ഇവിടെ. ഒരു വെള്ളം ഒന്നുമില്ലാത്ത ഒരു രീതിയാണ്. 97 ഒരു വലിയ നമ്പറല്ലേ? ഒരു ആവറേജ് 800. 1000 വോട്ടിൽ ഒരു 950 വോട്ടിന്റെ അടുത്ത് ശരിക്കും പോൾ ചെയ്യാനുള്ളൂ. ഇവിടെ അത്ര 750 വോട്ടുകളുണ്ട്. 200 വോട്ടിന്റെ വ്യത്യാസം ഇവിടെ വന്നുള്ളൂ. പക്ഷേ ആ ബൂത്തിൽ മാത്രമാണ് ഈ മാതിരി രാവിലെ പോളിംഗ് തുടങ്ങിയ സമയം മുതൽ ഈ തരത്തിലുള്ള ഭയങ്കരമായ വോട്ടർമാരുടെ ഒരു പ്രതിഷേധമാണ് കാണുന്നത്. കാരണം നേരെ എതിർഭാഗത്തുള്ള ബൂത്തിൽ ബുദ്ധിമുട്ടില്ല. 122 നമ്പർ ബൂത്തിലാണ്. അതാണ് ഇവിടെയുള്ള. അതായത് എന്താ ജിൻഷാദ് ഭായി ഇവിടുത്തെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രാവിലെ 6 മണി മുതൽ ഇവിടെ ഇതേ കണ്ടീഷനിലാണ് ക്യൂ ഇവിടെ നിൽക്കുകയാണ്. അതിൽ നമ്മുടെ സ്ത്രീകൾ ഉൾപ്പെടെ ഞങ്ങൾ ജനപ്രതിനിധികളൊക്കെ അവർക്ക് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കാത്തു നിൽക്കുക. രാവിലെ തന്നെ ഇവിടെ സ്ത്രീകൾ കമ്പനി ജോലിക്ക് പോകുന്നവരുണ്ട്. അവര് ജോലിയെ എത്തിയവരുണ്ട്. അപ്പോൾ എന്തായാലും 6 മണി സമയത്ത് പൂർത്തിയാവും തോന്നുന്നു. 6 മണിക്ക് പൂർത്തിയാവുമെന്ന് തോന്നുന്നില്ല. കാരണം ശരി, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകുന്നത്. നോക്കൂ, ആ ഉളിയന്നൂരിലെ ആ പോളിംഗ് ബൂത്തിൽ മാത്രം എത്ര നീണ്ട നിരയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥരെ വലിയ തോതിൽ അവർ പറയുന്നുണ്ട്. കെടുകാര്യസ്ഥതയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനിടയിൽ പോളിംഗ് പെർസെന്റിൽ കുതിച്ചുചാട്ടമുണ്ടായിരിക്കുന്നു. കുന്നത്തുനാട് നോക്കൂ, നമ്മൾ നേരത്തെ 80% എന്ന് പറഞ്ഞത് ഇപ്പോൾ 81% മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു കുന്നത്തുനാട്ടെ പോളിംഗ് ശതമാനം. തിരുവനന്തപുരത്ത് 74.07% തിരുവനന്തപുരത്തെ. കേരളത്തിൽ ആകെയുള്ള പോളിംഗ് ശതമാനം 75% മുകളിലേക്ക് പോയിരിക്കുന്നു. ഔദ്യോഗിക കണക്കനുസരിച്ച് 75.01% രേഖപ്പെടുത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതുപോലെ ഇനി ഒരു പക്ഷേ ചരിത്രം കുറിക്കുന്ന ഒരു റെക്കോർഡ് പോളിംഗ് ശതമാനത്തിലേക്ക് കേരളം പോകുമോ എന്നറിയാൻ നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കാം. അത് നോക്കൂ, നേമത്തൊക്കെ തന്നെ 77.87%. 80% മുകളിലേക്ക് നേമത്തൊക്കെ തന്നെ പോളിംഗ് ശതമാനം കൂടാൻ സാധ്യതയുണ്ട്. കാട്ടാക്കടയിൽ ഇപ്പോൾ 77.67%, കോവളത്ത് 72.03%. അതുപോലെ തന്നെ കാട്ടാക്കട. മലപ്പുറം ജില്ലയിൽ ആകെ കൊണ്ടോട്ടിയിൽ 78%, പെരിന്തൽമണ്ണയിൽ 77%, വള്ളിക്കുന്നിൽ 76%, തവനൂരിൽ 74%, മലപ്പുറത്ത് 77%. ആ രീതിയിൽ എല്ലാ മണ്ഡലങ്ങളിലെയും തന്നെ ഇത് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ഇത്തിരി വൈകിയെന്നേ ഉള്ളൂ. തീർച്ചയായും ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും 70% മുകളിലേക്ക്, പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിൽ പോലും വലിയ പോളിംഗ് ശതമാനം ഉണ്ടായിരിക്കുന്നു. സാധാരണ നഗരമണ്ഡലങ്ങളിലൊക്കെ തന്നെ പോളിംഗ് ശതമാനം കുറയാനാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെയൊക്കെ തന്നെ നഗരമേഖലകളിലെ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്ന പോളിംഗ് ശതമാനമാണ്. ഏതായാലും ഉയരുന്ന പോളിംഗ് ശതമാനം SIR-ന് ശേഷമുള്ള വോട്ടെടുപ്പ് എന്ന നിലയിലാണ് എന്ന് വിലയിരുത്തുന്നവരുണ്ട്. അതല്ല സംസ്ഥാനത്തൊരു ഭരണമാറ്റത്തിന്റെ സാധ്യതയായി വിലയിരുത്തുന്നവരുണ്ട്. ഏതായാലും പോളിംഗ് കണക്ക് കൂടി നമുക്ക് കിട്ടുകയാണ്. കോട്ടയത്ത് 75%, 72%,
കോഴിക്കോട് 77.63%, അതുപോലെ മലപ്പുറത്ത് 75.70%, പാലക്കാട്ട് 77.07%, പത്തനംതിട്ടയിൽ 68.90%, തിരുവനന്തപുരത്ത് 74.11%, തൃശ്ശൂരിൽ 74.34%. അങ്ങനെ എല്ലായിടത്തും 70% കടന്നുള്ള പോളിംഗ് ശതമാനം 5 മണി വരെ രേഖപ്പെടുത്തുന്നു. ഏതായാലും ഇനി അവശേഷിക്കുന്ന കുറച്ച് സമയം മാത്രമാണ്. അതേസമയം പല പോളിംഗ് ബൂത്തുകളിലും ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. നീണ്ട നിര ഇപ്പോഴുമുണ്ട്.